ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാൻ പോലെ അപ്പോൾ നമുക്കൊരു നെയിം സിൽപ്പ് ഉണ്ടാക്കിയാലോ. സാധാ നെയിം സിൽപ്പല്ല, നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള നെയിം സിൽപ്പാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇൻഷോട്ട് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് എന്ന ഓപ്ഷന് ഞെക്കുമ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ക്യാൻവാസ് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈ ഒരു നെയിം സിൽപ്പിൻ്റെ രീതിയിലുള്ളൊരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഒരു നെയിം സിൽപ്പിലുള്ളതുപോലെ തന്നെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നെയിം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്, ഡിവിഷന്, സ്കൂള്, സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡോട്ട് ഇട്ടാൽ മതി. അങ്ങനെ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതെങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്റ്റിക്കർ എന്നുള്ള അവിടെ ഞെക്കിയിട്ട് ഒരു ഇമേജിൻ്റെ പടം കാണും, അവിടെ നമ്മുടെ ഇമേജിൽ നിന്നുള്ള ഫോട്ടോസ് നമുക്ക് വെക്കാൻ പറ്റും. അവിടെ ഞെക്കിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ വെക്കുക. ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് നമുക്ക് ആയിട്ട് കട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷന് ഞെക്കിയിട്ട് ഫോട്ടോ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ ഒരു ഫോട്ടോ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും കേട്ടോ. അങ്ങനെ അതൊരു സ്റ്റിക്കർ പോലെയാണിപ്പം. ഇനി അത് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിളിലോ ക്രോമിലോ എന്നിട്ട് അവിടെ നെയിം സിൽപ്പ് ഫ്രെയിംസ് എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പം കുറേ ഫ്രെയിംസ് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഫ്രെയിംസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വരയ്ക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് തന്നെ ഇങ്ങനെ ഓരോ കളറിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ബോർഡറുകളൊക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കർ എടുത്തിട്ട് അവിടെ സെർച്ചിൽ കൊടുത്ത് ഫ്രെയിംന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രെയിംന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ ഫ്രെയിംസ് ഇങ്ങനെ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രെയിം സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് സ്റ്റിക്കറിൽ പോയിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഈ ഒരു സ്റ്റിക്കർ എടുക്കുക, നമ്മുടെ നെയിം സിൽപ്പിൻ്റെ. അതെടുത്തിട്ട് നമുക്ക് അതുമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം നമ്മുടെ ഈ ഡിസൈന്.
നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ഇമേജ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഡോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഡിസൈനായിട്ട്. നമുക്കിഷ്ടമുള്ള കളറിൽ ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും അടിച്ചു കൊടുക്കണം എന്നില്ല, അത് കോപ്പി ചെയ്തിട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് എഴുതിയേക്കുന്നതിനകത്ത് ഡോട്ട് ഇത്തിരി കൂടിപ്പോയി. അപ്പം അത് നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 3 ഇമേജ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3-ലും നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയണേ. എനിക്ക് ഈ ഡോട്ട് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ഇതും ചെയ്തു, പക്ഷേ ഇത് നമ്മുടെ ആ ഒരു കളറുമായിട്ട് മാച്ചല്ല. പിന്നെ നമ്മുടെ സാധാരണ ഇതും കൂടെ ഉണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈനുകൾ നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് പ്രിൻ്റ് എടുക്കുക, നമ്മൾ ബുക്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അന്നേരം നമ്മുടെ ബാക്ക് ടു സ്കൂളിന് നമ്മുടെ ബുക്കിലൊക്കെ ഇനി നമ്മുടെ ഫോട്ടോകൾ നെയിം സ്ലിപ്പായിരിക്കും. അന്നേരം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്.